നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 34. അരനൊടിയാതി അരാളിയാർന്നിടും തേരുരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം. അറിവിലനാദിയതായി നടന്നിടും തൻ തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം. പണ്ട് സെയിന്റ് അഗസ്റ്റിൻ എന്നു പേരായ ഒരു വിശുദ്ധനുണ്ടായിരുന്നു. വിശ്വവിശ്രുതനായ ദാർശനികനും ക്രൈസ്തവ ഭക്തന്മാരിൽ പ്രഥമ സ്മരണീയനുമാണ് അഗസ്റ്റിൻ. അദ്ദേഹം തൻ്റെ കൺഫെഷൻസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ വിലപിക്കുന്നു. കോട്ട്: എൻ്റെ ദൈവമേ, ഞാൻ സമയത്തെ അളന്നു നിർണയിക്കുന്നതായി പറഞ്ഞല്ലോ. അത് വാസ്തവമാണോ? വസ്തുക്കളുടെ ചലനത്തെയല്ലേ ഞാൻ അളക്കുന്നത്? കാലത്തെ അളക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കാലത്തെ ഞാൻ എങ്ങനെ അളക്കും? ചെറിയ കാലം കൊണ്ട് വലിയ കാലത്തെ അളക്കുമോ? അൺകോട്ട്. ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ കാലത്തെ സ്പഷ്ടമായി കാണുവാൻ കഴിയാതെ വിഷമിക്കുന്നു. എന്താണ് ഭൂതകാലം എന്ന് പറയുന്നത്? സൂക്ഷ്മമായി ആലോചിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയ്ക്ക് നൽകിയിരിക്കുന്ന വേറൊരു പേരാണെന്ന് കാണാം. ഭാവി എന്ന് പറയുന്നത് പ്രതീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്ന വേറൊരു പേരാണ്. ഓർമ്മയും പ്രതീക്ഷയും കാലമാകുന്നതെങ്ങനെ? ഇപ്പോഴുള്ള അവസ്ഥിതിയെയാണ് വർത്തമാനം എന്ന് പറയുന്നത്. വർത്തം എന്നു പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക, മാനം എന്നു പറഞ്ഞാൽ അളക്കുക. ഇപ്പോൾ അനുഭവത്തിലിരിക്കുന്നതിനെ മാത്രമേ അളക്കുവാൻ, അതായത് വർത്തമാനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതിനായി ഓരോ വസ്തുതയെയും സമീപിക്കുമ്പോഴേക്കും അതിൻ്റെ രചനയിലോ ഘടനയിലോ പ്രവർത്തനത്തിലോ അർത്ഥത്തിലോ സാങ്കത്യത്തിലോ എല്ലാറ്റിലും തന്നെയോ മാറ്റം വരുന്നു. അതാകപ്പാടെ മാറിപ്പോയെന്നും വരും. ഒരു നൊടിയുടെ പോലും മുഴുവൻ ഉണ്മയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അത്ര വേഗത്തിൽ എല്ലാം ചലിച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്നു. അരനൊടിയാകുന്ന ആരക്കാലുകളുള്ള തേരിൽ കയറി ഈ ലോകം ഇതാ എവിടേക്കെന്നില്ലാതെ ഓടിപ്പോകുന്നു. അതുകൊണ്ട് അറിവിന് തിടുക്കം വല്ലതും ഉണ്ടാകുന്നുണ്ടോ? പലരുടെയും മനസ്സ് യന്ത്രത്തെപ്പോലെ അസ്വസ്ഥമായി ഓടി നടക്കുന്നു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ അങ്ങനെ ആയിരുന്നു കൊള്ളണമെന്നില്ല. മനസ്സിന് സമാധാനമായിരിക്കാൻ കഴിയും. ശാന്തമായ ഒരു മനസ്സ് വിശാലമായ സാഗരം പോലെയാണ്. അടങ്ങിയിരിക്കുന്ന സ്ഥിതിയൊന്ന് ആലോചിച്ചു നോക്കുക. അതിൻ്റെ ചക്രവാളം കാണാൻ കഴിയുകയില്ല. അതിൽ ഇപ്പോഴെന്നും പിന്നെയെന്നുമുള്ള ചിന്തയല്ല, കാലഗണനയൊഴിഞ്ഞ അനന്തവിശാലമായ ബോധം, നിത്യവർത്തമാനം തന്നെ. അതുപോലെ ഭാവനയുടെ ചിറകു വിടർത്തി എത്ര ഉയരത്തിലേക്ക് വേണമെങ്കിലും പോകാം. മനസ്സ് ആകാശത്തെ മുട്ടുകയല്ല ചെയ്യുന്നത്. ഔന്നത്യത്തിൻ്റെ അങ്ങേ അറ്റത്തിലുള്ളതായി കരുതാവുന്ന ആകാശം കൂടി മനസ്സിനുള്ളിലാണ്. ഇനിയും മനസ്സിനെ താഴേക്ക് ഇറക്കിക്കൊണ്ടുപോകാം.
എത്ര തന്നെ അഗാധതയിൽ നിന്നും അഗാധതയിലേക്ക് പോയാലും മനസ്സിൻ്റെ അടിത്തട്ടായി എന്ന് പറയാൻ കഴിയുന്നതല്ല. ഇങ്ങനെ കാലദേശ പരിഗണനകളെ ഉല്ലംഘിച്ച് സർവവ്യാപകമായിരിക്കുന്ന മനസ്സു തന്നെ പൊടുന്നനെ വ്യവഹാരത്തിൽ ഉത്സുകമാകുന്നു. അത് ഒരു സംഭവത്തിലേക്ക് ചുരുങ്ങുകയായി. കഴിഞ്ഞ കാര്യത്തെ തിരിഞ്ഞു നോക്കി നിന്ന് നെടുവീർപ്പിട്ട് എന്നു വരാം. പ്രതീക്ഷിച്ചത് ഇനിയും സംഭവിക്കാത്തതിൽ ആകാംക്ഷ കാണിച്ചെന്നും വരാം. കുറേ സമയത്തേക്ക് നിമിഷങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നു. ജീവിതം എന്ന് പറയുന്നതും മനസ്സെന്നു പറയുന്നതും വേറെ വേറെയല്ല. ജാഡ്യതയിൽ ചേതനയറ്റതുപോലെ മൂർച്ഛിച്ചു കിടക്കുന്ന മനസ്സ് ഞെട്ടി എണീറ്റ് കൊടുങ്കാറ്റിൽ പെട്ടു പറക്കുന്ന ഒരു കരിയില പോലെ പെട്ടെന്ന് അവ്യവസ്ഥിതമാകുന്നു. പേടിച്ചു വിറയ്ക്കുന്നു, അശരണത അനുഭവിക്കുന്നു. പിന്നെ അളവില്ലാത്ത അവ്യക്തതയിൽ ബോധത്തിൻ്റെ ഒരു ചെറുതുണ്ടായി അലഞ്ഞു നടക്കുന്നു. ലക്ഷ്യത്തെ നോക്കി വേവലാതിപ്പെടുന്നു. ലക്ഷ്യത്തിലെത്താൻ കാല് വലിച്ചു വെച്ചു നടക്കുന്നു. കുഴയുന്നു. നിസ്സഹായതയോടെ കുത്തിയിരിക്കുന്നു. എവിടെ നിന്നോ പിന്നെയും സമാധാനം വരുന്നു. വീണ്ടും അളവറ്റ ശാന്തി. എന്താണിതെല്ലാം? ദൈവത്തിൻ്റെ കളി എന്നല്ലാതെ എന്തു പറയാനാണ്?